ഹായ് അസ്സാം വലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചീരകളുടെ രാജാവ്, ഒരുപാട് പോഷക ഗുണങ്ങളടങ്ങിയ ഈ ചീര എങ്ങനെ തോരൻ വെക്കാം എന്ന ഒരു വീഡിയോയുമായിട്ടാണ്. അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി തോരൻ നമുക്കുണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഇല എടുത്തിട്ടുണ്ട്. ചീരൻ്റെ ഇല, അതിൻ്റെ തണ്ട്, അതിൻ്റെ മേലെയുള്ള ആ പാടയൊക്കെ ഒന്ന് ചീന്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇല നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നല്ല ടേസ്റ്റിയാണിത്, നല്ല ഹെൽത്തിയാണ്. പിന്നെ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു ചീരയാണ്. സാധാരണ ചേമ്പ് ചീര പോലെയല്ല കേട്ടോ. അപ്പോൾ ഇല നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തണ്ടും അതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. രണ്ടും ഒന്നിച്ചിട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇത് വേവിക്കുന്നത്. അതുകൊണ്ടാണ് ഒരേ പാത്രത്തിൽ അരിയുന്നത് കേട്ടോ. ഇനി നമുക്ക് പിന്നെ ഇത് ചൊറിയൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. സാധാരണ മറ്റേ ചേമ്പൊക്കെ നമ്മൾ തോരൻ വെക്കുകയാണെങ്കിൽ ചെറുതായി ഒരു ചൊറിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് അതുപോലെയൊന്നുമല്ല, ഒട്ടും ചൊറിയില്ല. നമ്മൾ സാധാരണ ചീര ഉപ്പേരി വെക്കുന്ന അതേ ടേസ്റ്റാണ് ഉണ്ടാവുക. അതിലേറെ ടേസ്റ്റ് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കി കൊടുക്കുക, കാരണം വലിയ ഇലയായതുകൊണ്ട് അതിങ്ങനെ നീളത്തിൽ കിടക്കും. ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടെ ഒന്ന് ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൽ ഇതുപോലെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം, ഇതുപോലെ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കാണണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കളറിന് വേണ്ടിയിട്ട്, ഇത് ഓപ്ഷനിലാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിട്ട വീഡിയോ കാണാത്തവർ കാണണം. അതിൽ എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചീരനെ കുറിച്ച്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. ഞാൻ ചീരപ്പതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ടാവും, എന്നാലും ഞാൻ ചെറുതായിട്ടൊരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പിന്നെ ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ഇത് വേവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അരമുറിയൊന്നുമില്ല, കുറച്ച് തേങ്ങയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ, ഏകദേശം ഇപ്പോൾ വേവായിട്ടുണ്ട്. പെട്ടെന്ന് വേവും, പെട്ടെന്ന് ചുങ്ങിപ്പോവുകയും ചെയ്യും. കണ്ട കുറച്ചേ ഉള്ളൂ വെന്ത് വരുമ്പോൾ ഉണ്ടാവുക. പിന്നെ അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, ചൊറിച്ചിലോ ഒന്നും ഉണ്ടാവില്ല. ഞാനിത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ വെച്ചപ്പോഴാണ് അറിഞ്ഞത്. ഇനി ഇതൊന്ന് ആ തേങ്ങയുടെ പച്ചമണം മാറുന്ന ചോയ പോകുന്നവരെ ഒന്ന് 1 മിനിറ്റ് മൂടി വെച്ചിട്ട് ഇതുപോലെ തുറന്ന് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ഒരു കൂണിൻ്റെയൊക്കെ ടേസ്റ്റ്, ചെറിയൊരു മധുരമൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഒട്ടും ചൊറിയൊന്നുമില്ല. അത് ടേസ്റ്റ് ഉണ്ടാവില്ല, ചൊറിയോ എന്നൊക്കെ എനിക്കും തോന്നിയിരുന്നു. ഈ ചീരക്ക് കിഴങ്ങൊന്നും ഉണ്ടാവില്ല, വെറും ചീര മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു ചെടി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചീര പറിക്കാം.
അപ്പോൾ ഞാനിത് സെർവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.